അസ്സലാമു അലൈക്കും. ഈ കലാവിരുതൊക്കെ കണ്ട് പേടിക്കൊന്നും വേണ്ട. എന്തെങ്കിലുമൊക്കെ മാറ്റമൊക്കെ വരുത്തണ്ടേ എന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. വെറുതെ എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാമെന്നിങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കുന്നത്. ഓരോ ആപ്പൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കും. അപ്പോൾ മട്ടൻ ബിരിയാണിയാണ് ഇന്നത്തെ റെസിപ്പി. രാവിലെ ഐഷു ഇഷ്ടം ഒട്ടും 1% പോലും ഇല്ലാണ്ട് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കയറിയിരിക്കുകയാണ് സ്കൂളിൽ പോകാനായിട്ട്. പിന്നെ ഞാൻ സോപ്പിട്ട് അവളെ ചിരിപ്പിച്ചെടുത്തൊക്കെയാണ് ഇത് സ്കൂളിലോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ആ ഗേറ്റ് മുതൽ ആ ക്ലാസ് റൂം വരെ അവൾ കരയും. പിന്നെ ചില ദിവസങ്ങളിൽ ഇതുപോലെ എൻ്റെ സോപ്പിലൊക്കെ വീഴാറുണ്ട്, ചില ദിവസങ്ങളിൽ അപ്പോൾ മട്ടൻ ബിരിയാണിക്ക് ഞാനൊരു 1.5 കിലോ മട്ടൻ ബിരിയാണിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ 1 കപ്പ് കൈമ റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് നമ്മൾ അരി കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം നന്നായിട്ട് അരി കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിരാനായിട്ടൊരു അരമണിക്കൂർ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മട്ടൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അതിൽ കംപ്ലീറ്റ് വെള്ളം മാറ്റി എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് സെറ്റാക്കി വെക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ആദ്യം നമുക്ക് ചതച്ച് വെക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടുതലെടുത്തോ കേട്ടോ. മാക്സിമം എത്ര എടുക്കാൻ പറ്റുമോ അത്ര എടുത്തോ, നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഓക്കെ, ഞാൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചതച്ച് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് ഒരു 7-8 ഞാനൊരു 7 എടുത്തിട്ടുണ്ടാവും. മീഡിയം സൈസ് സവോള നല്ല രീതിയിൽ പൊരിച്ചെടുക്കണം. അതായത് അറിയാമല്ലോ, ബിരിയാണിക്ക് നല്ല രീതിയിൽ പൊരിച്ചെടുക്കണം. എന്നിട്ട് ഒരു പിടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് നമുക്ക് റൈസിലിടാനുള്ളതാണ്. ബാക്കി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുക. പിന്നെ ഒരു 4 തക്കാളി കുനുകുനാന്ന് അരിഞ്ഞത്, പിന്നെ ചോപ്പ് ചെയ്ത് നമ്മുടെ മല്ലിയില, പിന്നെ പുതിനയില, പിന്നെ നമ്മൾ നേരത്തെ ചതച്ച സംഗതി, പിന്നെ പൊടികളായിട്ട് വേണ്ടുന്ന ഗരം മസാല, കുരുമുളക് പൊടി ആൻഡ് ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു നാരങ്ങയുടെ നീര് കുരു മാറ്റണം, ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കയ്പ്പ് വരും. പിന്നെ നെയ്യ് വേണം, തേങ്ങാപ്പാൽ ഒരു കട്ടി തേങ്ങാപ്പാലാണ്, ഒരു തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാൽ വേണം. പിന്നെ നമ്മുടെ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു പാത്രത്തിലോട്ട് മട്ടൻ ഇടുക. അതിനുശേഷം ഞാൻ ഈ കാണിച്ച കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസും ഇടുക. എന്നിട്ട് നേരത്തെ കാണിച്ച കംപ്ലീറ്റ് സാധനങ്ങൾ ഇടുക. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയണ്ടല്ലോ. പക്ഷേ ഒരു സാധനം പറയാനായിട്ട് വിട്ടുപോയി. അതെന്താണെന്ന് വെച്ചാൽ ഇതാണ്, തൈരാണ്. അപ്പോൾ തൈര് ഒരു 1/2 കപ്പ് തൈര് കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണം. അതിനുശേഷം എല്ലാം കൂടി നല്ല രീതിയിൽ നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് തിരുമണം. നല്ല രീതിയിൽ ബലം കൊടുത്ത് തന്നെ തിരുമണം. ഇങ്ങനെ തിരുമുമ്പത്തേനും നല്ല രീതിയിലുള്ള മണം വരും കേട്ടോ. ആ മണം ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് പഠിച്ചതിന് ഇത്രയും വലിയ സ്വാദിഷ്ടമായ വിഭവമാണോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ തോന്നും. ഓവർ കോൺഫിഡൻസ് ആദ്യമേ വേണ്ട, എന്നാലും നല്ല രീതിയിൽ തിരുമ്മി മാറ്റി വയ്ക്കുക. നല്ലൊരു മണം വരും ഈ സമയത്ത്. കണ്ടില്ലേ, കൊതി ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക ചെയ്ത്, എന്നിട്ടും അത് കണ്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ടും കൊതി വരുന്നു. എന്നിട്ടിത് നമ്മുടെ സ്റ്റൗവിലോട്ട് എടുത്ത് വയ്ക്കുക. നല്ല ജസ്റ്റ് ഒന്ന് തിള വരുന്നത് പോലെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് കുക്കാവില്ല, ജസ്റ്റ് ഒന്ന് തിള വരണം. തിള വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിനകത്ത് നമ്മൾ ഇതുവരെ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതേ ഉള്ളൂ. ചൂടാക്കുമ്പോൾ തിളയെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1.5 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ വെള്ളവും ഈ ഒരു കൂട്ടുമൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. നമ്മുടെ ഷാൻജിയോ പറയുന്നത് പോലെ തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. അതിനുശേഷം നമ്മൾ നല്ലൊരു തിള വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന തേങ്ങാപ്പാലില്ലേ, ആ തേങ്ങാപ്പാൽ ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ് മട്ടൻ ബിരിയാണിയിൽ. ഓക്കെ, അപ്പോൾ തേങ്ങാപ്പാൽ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. തേങ്ങാപ്പാലും കൂടി നമ്മൾ ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും മിക്സ് ചെയ്യുക. ഉപ്പ് എന്തെങ്കിലും ആവശ്യമാണ് എന്ന് തോന്നുന്നെങ്കിൽ ഈ വേളയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇതിനെ ഒരു 3/4 മണിക്കൂറോളം സ്ലോ കുക്ക് ചെയ്യണം. കാരണം മട്ടൻ ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, അറിയാലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് കുക്കാവട്ടെ. നമുക്ക് റൈസിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ കറുവാപ്പട്ടു, ഗ്രാമ്പൂ, ബേ ലീഫൊക്കെ നല്ല രീതിയിലൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം
ആവശ്യമുള്ള വെള്ളം അതിലോട്ട് ഒഴിക്കുക ആൻഡ് ഉപ്പിടുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ വെട്ടിത്തിളയ്ക്കുമ്പോൾ നമ്മുടെ റൈസ് ഇടുക. റൈസ് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ചിരുന്നു. അത് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ തിളച്ച വെള്ളത്തിലോട്ട് റൈസ് ഇടണം. നല്ല രീതിയിൽ റൈസ് ഇട്ടതിന് ശേഷം അടച്ച് വയ്ക്കുക. അതിന് ശേഷം നല്ല രീതിയിൽ തിളച്ച് വരുമ്പോഴത്തേനും അടച്ച് വെക്കേണ്ട ഈ സമയത്താണ്, നേരത്തെ അല്ല, വരുമ്പോഴത്തേനും അടച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു 7-8 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഒരു 3/4 മണിക്കൂറോളം ഞാൻ ഭയങ്കരമായിട്ട് സ്ലോ കുക്ക് ചെയ്ത് പൊന്നേ കരളയെന്നാണ് ഞാനിത് കുക്കാക്കി എടുത്തത്. ഈ നമ്മുടെ മട്ടൻ ബിരിയാണിയുടെ നമ്മുടെ ആ ഒരു കൂട്ട്. അപ്പോൾ കണ്ടില്ലേ, നേരത്തെ കണ്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ടെക്സ്ചറിൽ നമ്മുടെ നല്ലൊരു വറ്റിയ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മട്ടൻ ബിരിയാണി കൂട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ റൈസും നമ്മുടെ കുക്കായിട്ടുണ്ടാവും. ഈ റൈസിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ മട്ടൻ കുക്ക് ചെയ്ത പാത്രമില്ല, അത് അത്യാവശ്യം വലിയ ബിരിയാണി ചെമ്പ് തന്നെ എടുക്കണം കേട്ടോ. നിങ്ങളുടെ അടുത്തുള്ളത് ഏതാണെന്ന് വെച്ചാൽ, എൻ്റേത് ബിരിയാണി ചെമ്പൊന്നും അല്ല, ഇതിനെന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ബിരിയാണി വയ്ക്കുന്ന പാത്രം അത്രയേ ഉള്ളൂ എനിക്ക്. അപ്പോൾ ആ കൂട്ടിലോട്ട് നമ്മുടെ കുക്കായ റൈസ് ഒരു ലെയർ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുക. സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിൽ കുറച്ച് ഫസ്റ്റ് ലെയറിൽ നമ്മൾ എന്തൊക്കെയാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് ഗരം മസാല ഒരു ടീസ്പൂൺ ജസ്റ്റ് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ജസ്റ്റ് ഗരം മസാല സ്പ്രെഡ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത്, നേരത്തെ ഞാൻ ഒരു പിടി ഫ്രൈ ചെയ്ത സവോള മാറ്റി വെച്ചു എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ലെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നമ്മുടെ നെയ്യിൽ തന്നെ ഞാൻ ഈ സവോള മുരിച്ചപ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കശുവണ്ടിയും കിസ്മിസും ഒക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തായിരുന്നു, അത് ലെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നെയ്യ് വേണമെന്ന് പറഞ്ഞിരുന്നു, നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് ലെയർ നമ്മുടെ ചോറിട്ട് കൊടുക്കുക, നമ്മുടെ കൈമ റൈസ് ഇട്ട് കൊടുക്കുക. സെയിം പ്രോസസ്സ് നമ്മൾ ലെയർ ചെയ്യുക. എന്നിട്ട് നമ്മളിനി ദമ്മാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലിഡിലില്ലേ, നമ്മുടെ അടപ്പിൽ കുറച്ച് മൈദയും വെള്ളം കൂടി ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് അടച്ച് വയ്ക്കുക. ദമ്മ് പൊട്ടിക്കുന്ന ഞാനൊരു അരമണിക്കൂറോളം ദമ്മിട്ടായിരുന്നു കുഞ്ഞ് ഫ്ലെയിമിൽ. അപ്പോൾ അത് ദമ്മ് തുറന്നൊന്നും ഞാൻ കാണിക്കാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ ഒരു ഫോൺ വെച്ചിട്ട് നമുക്ക് വലിയ കസരത്ത് കാണിച്ചാൽ നമ്മളെ ഫുഡ് പണി കിട്ടും. അതുകൊണ്ട് ഞാൻ ദമ്മ് ഇച്ചിരി പാടായിരുന്നു പൊട്ടിക്കാനായിട്ട്, അത് ടൈറ്റായിപ്പോയി. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. കണ്ടില്ലേ, നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. ഇതുപോലെ കുഴച്ചെടുത്തപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച വലിയ ആ ഒരു മട്ടൻ്റെ പീസില്ലേ, അതെനിക്ക് കിട്ടി. അത് കണ്ടപ്പോൾ എന്തോ ഒരു രസം. അതാണ് ഞാൻ ആദ്യമേ അതിങ്ങനെ എടുത്തിങ്ങനെ പോയിൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മട്ടൻ ബിരിയാണി അടിപൊളി ടേസ്റ്റായിരുന്നു. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളമാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനീ പറഞ്ഞ അതേ സാധനങ്ങൾ വെച്ചിട്ട്, ഞാനീ പറഞ്ഞ അതേ ടൈമിൽ വെച്ചിട്ട്, ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ബെസ്റ്റ് ബിരിയാണി കഴിക്കാം, മട്ടൻ ബിരിയാണി കഴിക്കാം. അപ്പോൾ റൈത്തയും ചട്നിയും അച്ചാറും പപ്പടവും എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി വച്ചിട്ടൊന്ന് കഴിച്ച് നോക്ക്, സൂപ്പറാണ്. അസ്സലാമു അലൈക്കും.